സ്നേഹമാണ് നമ്മെ ദൈവത്തിലേക്ക് അടുപ്പിക്കുവാൻ ദൈവം ഒരുക്കുന്ന ഒത്തിരി മാർഗങ്ങൾ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന എല്ലാ കേൾവിക്കാരോട് ഞാൻ പറയട്ടെ, നിങ്ങൾക്കൊരു പക്ഷേ തോന്നിയേക്കാം എന്നെ ആർക്കും ഇഷ്ടമില്ല, ഞാൻ അധികപ്പറ്റാണ്, ഞാൻ ഈ സമൂഹത്തിൽ അധികപ്പറ്റാണ്, എന്നെ സ്നേഹിക്കാൻ ഇവിടെ ആരുമില്ല, എന്നെ കരുതുവാൻ ഇവിടെ ആരുമില്ല, എന്റെ കഷ്ടതയിൽ എന്നെ സഹായിക്കാൻ ഇവിടെ ആരുമില്ല. ഞാൻ പറയട്ടെ, ആരുമില്ല എന്ന് പറയുന്ന എന്റെ സുഹൃത്തെ, അങ്ങനെയല്ല. നിന്നെ സ്നേഹിക്കുന്ന ഒരു ദൈവമുണ്ട്, നിനക്ക് വേണ്ടി കരുതുന്ന ഒരു ദൈവമുണ്ട്, നിന്റെ പ്രതിസന്ധികളും നിന്റെ ഭാരങ്ങളും അറിയുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവകരങ്ങളിൽ നിന്നെ സമർപ്പിക്കുമ്പോ നിന്റെ പ്രശ്നത്തിന് ശാശ്വതമായ പ്രശ്ന പരിഹാരം ലഭിക്കുകയാണ്. ഇവിടെ ഈ മാരകമായ രോഗത്തിന്റെ പല കാരണങ്ങൾ പറയുന്നതിന് ഒരു കാരണം ഡോക്ടറെ നിങ്ങൾ ശ്രദ്ധിച്ചല്ലോ, മനുഷ്യന്റെ മനസ്സിലുണ്ടാകുന്ന പിരിമുറുക്കങ്ങൾ, ടെൻഷൻ. ഈ ടെൻഷനാണ് ഒരു കാരണമായി അവിടെ പറയുന്നത്. എന്താണ് ടെൻഷന്റെ കാരണം, അല്ലെങ്കിൽ പിരിമുറുക്കത്തിന്റെ കാരണം എന്താണ്? ഞാൻ നിങ്ങൾ പറയാം. സർവശക്തനായ ദൈവത്തിന് നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം ആഗ്രഹിക്കുന്ന ആ ദൈവിക പദ്ധതി നിങ്ങൾ വരാതെ വഴിതിരിച്ചു പോകുന്നതുകൊണ്ട്, വ്യതിചരിച്ചു പോകുന്നതുകൊണ്ട്, വഴിതാറി പോകുന്നതുകൊണ്ട്, തെറ്റിപ്പോകുന്നതുകൊണ്ട് നിങ്ങളുടെ ഹൃദയം പാപം എന്ന് പറയുന്ന ആ മാരക ആ ശക്തിക്ക് അധീനമായി മാറുകയാണ്. പാപം എന്ന് പറയാം. ഈ രോഗം ഉണ്ടാകാൻ പല കാരണമുണ്ടെങ്കിലും അടിസ്ഥാനപരമായി വിശുദ്ധ ബൈബിൾ മനുഷ്യരോട് പറയുന്നത് പാപത്താൽ മരണവും രോഗത്താൽ മരണവും നമുക്ക് സംഭവിക്കുകയാണ്. മനുഷ്യന്റെ അടിസ്ഥാനപരമായ പ്രശ്നം അത് പറയാൻ ഇവിടെ സാമൂഹ്യ സംഘടനകൾ സാധിച്ചെന്ന് വരത്തില്ല, അത് പറയാൻ ഡോക്ടർക്ക് സാധിക്കത്തില്ല. അത് ഡോക്ടറുടെ ടെലസ്കോപ്പിൽ തിരിയുന്ന കാര്യമല്ല. നിന്നെ സൃഷ്ടിച്ച ദൈവത്തിന് മാത്രമേ അത് മനസ്സിലാകത്തുള്ളൂ. അടിസ്ഥാനപരമായി നമ്മുടെ പാപമാണ് നമ്മുടെ രോഗത്തിന്റെ അടിസ്ഥാനമായ കാര്യം. പാപത്തിന് പരിഹാരം നമുക്ക് ലഭിക്കുമ്പോൾ, പാപത്തിൽ നിന്നുള്ള വിമോചനം നമുക്ക് ലഭിക്കുമ്പോൾ നമുക്ക് എല്ലാ വിധത്തിലുള്ള സമാധാനവും ശാന്തിയും നമുക്ക് ലഭിക്കുകയാണ്. ഞങ്ങൾ ഈ ഫിലിമൊക്കെ ഇവിടെ കാണിച്ച് നിങ്ങൾക്ക് ഒത്തിരി പേർക്ക് ഇത് പ്രയോജനപ്പെടുമ്പോൾ തന്നെ, ഇതൊക്കെ ഈ സാധാരണ ലോകത്തിൽ ജീവിക്കുന്ന കാലത്ത് പ്രയോജനപ്പെടുമെങ്കിൽ തന്നെ ഞങ്ങളുടെ ആത്യന്തികമായ ലക്ഷ്യം നിങ്ങൾ പാപവിമുക്തരായി തീർന്ന് നിങ്ങളായിട്ടുള്ള ദൈവത്തിന്റെ പദ്ധതി നിങ്ങൾ തിരിച്ചറിഞ്ഞ് സർവശക്തനായ ദൈവത്തിന് നിങ്ങളുടെ ജീവിതത്തെ സമർപ്പിച്ച് ധന്യമായ ശ്രേഷ്ഠമായ ഒരു ജീവിതത്തിന്റെ ഉടമകളായി നിങ്ങൾ തീരണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. നിങ്ങളോട് പ്രസംഗിക്കുന്ന ഞാൻ ഒരു ക്രൈസ്തവ കുടുംബത്തിൽ ജനിച്ചിട്ട് ലോകത്തിന്റെ എല്ലാ മോഹങ്ങളിലും ഓടി ഇവിടെ വായി കണ്ടതുപോലെ മദ്യവും അല്പം പുകവലിയൊക്കെ നടത്തി അങ്ങനെയൊക്കെ ജീവിച്ച ഒരു മനുഷ്യനാണ്. അതൊക്കെ മാറ്റാൻ ഞാൻ പലപ്പോഴും എന്റെ സ്വന്തം കഴിവുകൾ ഉപയോഗിച്ചു നോക്കിയിട്ടുണ്ട്. എല്ലാം അസാധ്യമായപ്പോൾ എന്റെ ജീവിതത്തെ ഞാൻ ദൈവത്തിനായി സമർപ്പിച്ച ദിവസം എന്റെ ജീവിതത്തിലെ ഏറ്റവും ധന്യമായ ഒരു നിമിഷമായിരുന്നു. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയരെ, നിങ്ങളുടെ പ്രശ്നത്തിന്റെ ജീവിതത്തിലെ അസമാധാനത്തിന്റെ അസന്തുഷ്ടിയുടെ എല്ലാ പിരിമുറുക്കങ്ങളുടെയും എല്ലാ പ്രശ്നങ്ങളുടെയും അടിസ്ഥാനം പാപമാണ്. ആ പാപത്തിൽ നിന്നുള്ള വിമോചനം നിങ്ങൾ പ്രാപിക്കുമ്പോൾ നിങ്ങൾക്ക് എല്ലാ വിധത്തിലുമുള്ള സമാധാനവും ശാന്തിയും നിങ്ങൾക്ക് ലഭിക്കും. നിങ്ങൾ ചോദിക്കും, സാറേ എങ്ങനെയാണ് പാപമോചനം ലഭിക്കുക, ആർക്കാണ് നിങ്ങളെ സഹായിക്കാൻ കഴിയുക? ഞാനോട് പറയാം, ലോകത്തിൽ ആദാമ്യ കുലത്തിൽ ജനിച്ച സകല മനുഷ്യരും പാപികളായി ദൈവത്തെ വിട്ടുപോയപ്പോൾ ഇത് പാപത്തിന് പരിഹാരം വരുത്തുവാൻ സ്വർഗത്തിന്റെ എല്ലാ മഹത്വവും ഇടിഞ്ഞ് 2000 വർഷങ്ങൾക്ക് മുമ്പ് സ്വർഗത്തിന്റെ മണിമകുടമായിരുന്ന ദൂതന്മാരുടെ ആരാധ്യനായിരുന്ന സ്വർഗത്തെക്കാൾ ഉന്നതനായിത്തീർന്ന കർത്താവായ യേശുക്രിസ്തു മാനവകുലത്തിലേക്ക് പാപമില്ലാത്തവനായി ജനിച്ചു. വേദപുസ്തകം പറയുന്ന പാപമൊഴികെ നമുക്ക് തുല്യനായി പരീക്ഷിക്കപ്പെട്ട കർത്താവായ യേശു, പാപരഹിതനായി ജനിച്ച യേശു, 33 തിരുവയസ്സോടെ ലോകത്തിൽ ജീവിച്ച യേശു തമ്പുരാൻ, ലോകത്തോട് ആർക്ക് എന്റെ പാപത്തെ കുറിച്ച് ബോധം വരുത്തുവാൻ കഴിയുമെന്ന് ലോകത്തോട് വെല്ലുവിളിച്ചു ചോദിച്ച അരുമനാഥൻ, ഇത് നമ്മുടെ പാപത്തിന്റെ പരിഹാരത്തിനായി അവസാനത്തോട് രക്തവും കാലുകുറിയും നമുക്ക് വേണ്ടി ഒഴുക്കി തന്നിട്ട് ലോകത്തോട് വിളിച്ചു പറഞ്ഞു, സകലവും നിവൃത്തിയായി. എന്നെ കേൾക്കുന്ന പ്രിയരെ, തീർത്ഥാടനങ്ങൾ കൊണ്ട്